നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേ സൂപ്പർ സ്റ്റഡി ടൈം ടേബിൾ. കാരണം എല്ലാവരും റെഗുലർ ബാച്ചിനാണ് സ്റ്റഡി ടൈം ടേബിൾ. ഞാൻ ഇഷ്ടം പോലെ നിങ്ങൾ ഗിരീഷ് ഫിസിക്സ് കയറിയിട്ട് സ്റ്റഡി ടൈം ടേബിൾ നോക്കിയാൽ നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ എല്ലായിടത്തും എല്ലാ സ്റ്റഡി ടൈം ടേബിൾ ഹിറ്റാണ്. കാരണം കൃത്യമായിട്ട് അത് കോവിഡിൻ്റെ സമയം മുതൽ നമ്മളിപ്പം വരെ എപ്പം തുടങ്ങിയിട്ടുണ്ടോ അത് നല്ല കൃത്യമായിട്ട് സമയം സഹിതം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഫിസിക്സ് മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്, ചിലർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സും ആയിരിക്കും, ചിലർക്ക് കെമിസ്ട്രി മാത്രമായിരിക്കും, ചിലർക്ക് അക്കൗണ്ടൻസി മാത്രമായിരിക്കും, ചിലർക്ക് പൊളിറ്റിക്സ് മാത്രമായിരിക്കും. അങ്ങനെ ടൈം ടേബിളിനെക്കാട്ടിൽ ഞാൻ ഈ പറയുന്ന ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സബ്ജക്റ്റ് മാത്രമേ പോകുന്നുള്ളവർ, ഒറ്റ സബ്ജക്റ്റ് മാത്രം പോയിട്ടുള്ളവർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ദിവസം നിങ്ങളൊരു മിനിമം 2 മണിക്കൂർ, ഒന്ന് നാണക്കേടാണ് പറയുന്നെങ്കിൽ മിനിമം 2 മണിക്കൂർ ഒരു സബ്ജക്റ്റ് പോയിട്ടുള്ളവർ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരു 6-7 ദിവസം കൊണ്ട് 10-15 മണിക്കൂർ പഠിക്കാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളൊരു 5 മണിക്കൂർ 6 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ സുഖമാണ്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകളെല്ലാം 5 മണിക്കൂർ താഴെയുള്ള എല്ലാ സബ്ജക്റ്റുകളും, അതുകൊണ്ട് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ഞാൻ പറയുന്നത് ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് പിന്നെ 2 മണിക്കൂർ പഠിക്കുക. 2, 3, 4, 5 സബ്ജക്റ്റ്, അത് ഏത് വിഷയം ആയിക്കോട്ടെ, മറ്റേ കൊമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസോ അങ്ങനെ പഠിക്കുന്നതിന് മിനിമം 3 അല്ല 4 മണിക്കൂർ പഠിക്കും. 4 മണിക്കൂർ മിനിമം ഒരു ദിവസം. 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ പക്ക 2 വിഷയത്തിൽ കൂടുതൽ, 1, 2 ഒക്കെ ഈ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ പഠിച്ചത് 3, 4, 5, 6 വിഷയം പോയിട്ടുള്ളവരും ഉണ്ടല്ലോ. അന്നേരം അവരൊക്കെ മിനിമം എല്ലാ ദിവസവും ഈ കുറച്ച് ദിവസം, ഇനിയിപ്പോൾ ഇത്ര ദിവസമല്ലേ ഉള്ളൂ, 10-22 ദിവസമേ ഉള്ളൂ. 22 ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ വെച്ച് പഠിക്കണം? 4-5 മണിക്കൂർ, 5 മണിക്കൂർ ഒന്നും കൂടി, ദിവസം 5 മണിക്കൂർ, 24 മണിക്കൂറിൽ 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കഷ്ടപ്പെടാനാണെങ്കിൽ 20 ദിവസം കഷ്ടപ്പെടാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചാലും 10 ദിവസം കൊണ്ട് 5 × 10 എന്ന് പറഞ്ഞാൽ 50 മണിക്കൂറാണ് ഈസി ആയിട്ട് തീർക്കാം. അന്നേരം ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്താൽ അത്യാവശ്യം ടെൻഷൻ ഇല്ലാതെ പാസ് മാർക്ക് 18 മാർക്കിന് വേണ്ടി പഠിക്കുകയും ചെയ്തു, അത് വീണ്ടും നിങ്ങൾ തോൽവിയാക്കും. തോറ്റ ഒരു 10% വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തരിക. അവരെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അന്നേരം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നല്ല രീതിയിൽ നല്ല ക്ലാസ്സുകൾ കിട്ടി നല്ല രീതിയിൽ സിമ്പിളായിട്ട് പഠിച്ച് നമ്മൾ ഒരു പഠിച്ചൊരു 10 ദിവസത്തിനുള്ളിലൊക്കെ പഠിച്ചു തന്നതിന് ശേഷം റിവിഷനൊക്കെ ചെയ്ത് നല്ല കോൺഫിഡൻസ് 18 മാർക്ക് കിട്ടാൻ മാത്രം പഠിക്കരുത്. ഒരു 36-40 മാർക്ക് പ്രതീക്ഷിക്കണം. അന്നേരം ഏകദേശം ഒരു 30-ന് കൂടുതൽ എന്തായാലും കിട്ടും. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന എല്ലാം ഞാൻ ആദ്യം പറയും, ഡബിൾ പാസ് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻസും വീഡിയോസും. ഇച്ചിരി കഷ്ടപ്പെട്ടാലും, എന്നാൽ 5 മണിക്കൂർ ഒരു വിഷയത്തിന് കഷ്ടപ്പെട്ടാലും എന്താണ് കുഴപ്പം? 6 വിഷയം പോയാലും 30 മണിക്കൂർ കഷ്ടപ്പെടാം. ഒരു ദിവസം 3 മണിക്കൂർ പഠിച്ചാലും 10 ദിവസം കൊണ്ട് തീർക്കാം. പിന്നെ കിടക്കുന്ന ഇത്രയും 10 കൂടുതൽ ദിവസങ്ങൾ. അത് ടെൻഷൻ ഇല്ല. നമ്മൾ വിജയിക്കണം എന്ന് 100% നമ്മൾ ഉറപ്പിക്കണം. അന്നേരം സ്റ്റഡി ടൈം ടേബിൾ വന്നില്ല, ഈ ഒരു മനസ്സിലൊരു ചിത്രം വരച്ച് നിങ്ങൾ റെഡിയായി പോകും. നമ്മുടെ ബാച്ചുകൾക്കൊക്കെ നമ്മൾ കൃത്യമായി സ്റ്റഡി ടൈം ടേബിൾ കൊടുത്തും വോയിസിലൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുമാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഓൺലൈനിൽ ചേരേണ്ട കുട്ടികൾക്കായാലും ഓൺലൈനിൽ നിങ്ങൾക്ക് ചേരാം. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സ് നമ്പറും ഏത് സ്ട്രീം ആയിക്കോട്ടെ, സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ, നിങ്ങളുടെ ആ സബ്ജക്ട്സ് വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് എഴുതണം. ഏതൊക്കെ സബ്ജക്ട്സാണ് നിങ്ങൾക്ക്. ഞായറാഴ്ചയിൽ പോലും നമുക്ക് അവധിയൊന്നുമില്ല, കൃത്യമായിട്ട് ബാച്ചിൽ ആഡ് ചെയ്ത് ക്ലാസ് വന്ന് തുടങ്ങിയിരിക്കും. അന്നേരം ചേരേണ്ടവർക്കൊക്കെ ചേരാം, അടിപൊളിയായിട്ട് പഠിക്കാം, 100% ഡബിൾ പാസ് സ്കോറിൽ കൂടുതൽ മേടിക്കാം. എല്ലാവരും ജയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.